നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡിസ്കൗണ്ട് നിരക്കിൽ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകാമെന്ന വാഗ്ദാനവുമായി മറ്റൊരു രാജ്യം കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. ആ രാജ്യം മറ്റാരുമല്ല, ഇറാൻ തന്നെയാണ്. ഇറാനും അമേരിക്കയുമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സമാധാന ഉടമ്പടി പ്രകാരം ഇറാനുമേൽ അമേരിക്ക ചാർത്തിയിരുന്ന എല്ലാ ഉപരോധങ്ങളും 60 ദിവസത്തേക്ക് പിൻവലിക്കുകയാണ്. ഉപരോധങ്ങൾ പിൻവലിക്കപ്പെടുന്നതോടുകൂടി ഇറാന് ഏതൊരു രാജ്യവുമായും എണ്ണ കച്ചവടം നടത്താൻ സാധിക്കും. നേരത്തെ അങ്ങനെയായിരുന്നില്ല. ഇറാനുമേൽ അതിശക്തമായ ഉപരോധമാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ഏർപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന് എണ്ണ കയറ്റുമതി ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഈ ഉപരോധങ്ങളെ മറികടന്നത് ചൈന മാത്രമായിരുന്നു. ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ 90% വാങ്ങിയിരുന്നത് ചൈനയാണ്. ചൈന ഇത് ശുദ്ധീകരിച്ച് പിന്നീട് സിംഗപ്പൂർ, മലേഷ്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് നൽകുമായിരുന്നു. ഇങ്ങനെയാണ് ഇറാൻ്റെ ഒരു എണ്ണ കയറ്റുമതി നടന്നുകൊണ്ടിരുന്നത്. ഇറാനുമായി എണ്ണ വാങ്ങുന്ന അല്ലെങ്കിൽ എണ്ണ കച്ചവടത്തിൽ ഏർപ്പെടുന്ന കപ്പലുകളടക്കം അല്ലെങ്കിൽ എണ്ണ കമ്പനികളെ അടക്കം അമേരിക്ക കരിമ്പട്ടികയിൽ പെടുത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും, ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഇറാന് ഏതു രാജ്യവുമായിട്ട് വേണമെങ്കിലും എണ്ണ കച്ചവടം അടുത്ത 60 ദിവസത്തേക്ക് നടത്താം എന്ന സാഹചര്യം വന്നതോടുകൂടി ഈ അവസരം പരമാവധി ഉപയോഗിക്കാൻ നോക്കുകയാണ് ഇറാൻ. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇറാൻ സമ്പദ് വ്യവസ്ഥ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി കനത്ത ആക്രമണമാണ് ഇറാനിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയത്. ഇറാൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലകൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചു. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്ന ഉപരോധം കാരണം ഇറാന് ചൈനയുമായിട്ട് പോലും എണ്ണക്കച്ചവടം നടത്താൻ കഴിയാത്ത സാഹചര്യം വന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇളവുകൾ 60 ദിവസത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇറാൻ ഇപ്പോൾ ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ ലോകത്തിലെ എണ്ണ ഉപഭോഗ രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ്. ഇന്ത്യയും ചൈനയുമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉപഭോഗം നടത്തുന്ന രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിടിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകും എന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിയൻ പെട്രോളിയം മന്ത്രി ഇന്ത്യ സന്ദർശനം നടത്തിയത്. ഈ സന്ദർശനത്തിൽ തന്നെ ഇറാനിൽ നിന്നും പെട്രോളിയം വാങ്ങാനുള്ള ചില തീരുമാനങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് സൂചന. എന്തായാലും ഇന്ത്യയിലേക്ക് ഇറാനിയൻ പെട്രോളിയം ഒഴുക്കാം എന്ന ധാരണയിലാണ് ഇറാൻ ഇപ്പോഴുള്ളത്. പക്ഷേ അങ്ങനെ പരമാവധി എണ്ണ വാങ്ങാൻ കഴിയില്ല എന്നാണ് ഇന്ത്യയിലെ ഈ എണ്ണ കമ്പനികളുടെ വാദം. കാരണം വരുന്ന ഓഗസ്റ്റ് വരെയുള്ള എണ്ണ ഇതിനോടകം തന്നെ ഇന്ത്യൻ റിഫൈനറികളിലുണ്ട്. ഇനിയും എണ്ണ വാങ്ങി സൂക്ഷിക്കാൻ ഇന്ത്യയിലെ റിഫൈനറികൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇറാനിയൻ എണ്ണ ഉടൻ വാങ്ങിക്കൂട്ടുന്നതിന് പരിമിതികളുണ്ട്. എങ്കിലും പരമാവധി ഇറാനിയൻ എണ്ണ വാങ്ങാൻ കഴിയുന്നത്ര വാങ്ങുക എന്ന ഒരു നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് സൂചന. അതനുസരിച്ച് വരും ദിവസങ്ങളിൽ ഇറാനിയൻ എണ്ണ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തും എന്ന് ഉറപ്പാണ്, അതും കുറഞ്ഞ നിരക്കിൽ. ഇറാൻ മാത്രമല്ല, നേരത്തെ റഷ്യയും ഇന്ത്യക്ക് സമാനമായ രീതിയിൽ കുറഞ്ഞ നിരക്കിൽ എണ്ണ നൽകിയിരുന്നു. ഇറാനും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഈ റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. അതോടുകൂടി റഷ്യയുടെ എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ എത്താതെയായി. റഷ്യയുടെ എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിയാതെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ എണ്ണ ഉപഭോക്താവായ ഇന്ത്യയെ റഷ്യ സമീപിക്കുന്നത്. കുറഞ്ഞ നിരക്കിൽ എണ്ണ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ അത് 2 കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ റഷ്യയിൽ നിന്നുമുള്ള എണ്ണയുടെ ഇറക്കുമതി വർദ്ധിച്ചു. ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ 70% വരെ റഷ്യയുടെ ഇറക്കുമതി അല്ലെങ്കിൽ റഷ്യൻ എണ്ണ വന്ന ഒരു സമയമുണ്ടായിരുന്നു. ലോകമെമ്പാടും റഷ്യ യുക്രൈൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ എണ്ണവില വർദ്ധിച്ചപ്പോൾ ഇന്ത്യ പിടിച്ചു നിന്നു. ഇന്ത്യയിൽ ₹1 എണ്ണവില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. അത് ഈ റഷ്യൻ എണ്ണയുടെ സുലഭമായ വിതരണം കൊണ്ടാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്തായാലും റഷ്യയിൽ നിന്നും ദീർഘകാലം നമ്മൾ ഇത്തരത്തിൽ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ മാത്രമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എണ്ണയ്ക്കായി ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ റഷ്യയാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി നമുക്ക് നൽകുന്നത്. മറ്റു ചില രാജ്യങ്ങളിൽ നിന്നും എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യ ഇപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് കൊണ്ടാണത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണ റിഫൈനറികൾ വാങ്ങി സൂക്ഷിക്കുന്നതും ഈ അനിശ്ചിതത്വം കൊണ്ട് തന്നെയാണ്. റഷ്യയിൽ നിന്നും എണ്ണ ലഭിച്ചതോടുകൂടി ഇന്ത്യയുടെ
ഇറക്കുമതിയിൽ വലിയ വൈവിധ്യവൽക്കരണമാണ് നടന്നത്. എന്നാൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പിന്നീട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കി. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക ചുങ്കം അമേരിക്ക ഏർപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ നിലവിൽ വന്നെങ്കിലും ഇന്ത്യക്കുമേൽ റഷ്യൻ എണ്ണ വാങ്ങരുതെന്ന സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇന്ത്യ അത് അനുസരിച്ചില്ല. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ അളവ് കുറച്ചെങ്കിലും ഇപ്പോഴും റഷ്യ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒന്നാമത്തെ ഓയിൽ സപ്ലയർ തന്നെയായിരുന്നു. 2010-2011 കാലഘട്ടത്തിൽ ഇറാനായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഓയിൽ സപ്ലയർ. പിന്നീട് ഘട്ടം ഘട്ടമായി ഉപരോധം കാരണം ഈ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചു. 2019 അത് പൂർണ്ണമായും ഒഴിവാക്കി. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലും ഇപ്പോൾ കുറവുണ്ട്. വെനസ്വേലയിൽ നിന്ന് എണ്ണ തരാമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ഹോർമോസ് കടലിടുക്കിലുണ്ടായ ഒരു പ്രതിസന്ധി കാരണം ഇന്ത്യയിലടക്കം എണ്ണവില വർദ്ധിപ്പിക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പോഴിതാ ഇറാനിയൻ എണ്ണ വില കുറച്ച് ഇന്ത്യയിലേക്ക് തരാം എന്ന് അവർ ഏറ്റിരിക്കുകയാണ്. ഇറാനിൽ നിന്നും എണ്ണയും LPGയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയുണ്ട് എന്നാണ് സൂചന. ഇറാൻ പെട്രോളിയം മന്ത്രി നൽകിയ ഉറപ്പും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഇറാനിൽ നിന്നും പരമാവധി എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയിലെ പൊതുമേഖല, സ്വകാര്യ മേഖല എണ്ണ കമ്പനികൾ ശ്രദ്ധിക്കുമെന്നാണ് സൂചന.